നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രം കോടിക്കണക്കിന് രൂപ കേരളത്തിന് തരാനുണ്ടെന്നും അത് തരാതെ കഴുത്തിന് പിടിക്കുകയാണെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി ബാലഗോപാലിന്റെയും ആരോപണം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് കണക്കുകൾ സഹിതം നിയമസഭയിൽ വ്യക്തമാക്കി. ഇതോടെ സിപിഎമ്മും പിണറായി വിജയനും ഡൽഹിയിൽ നടത്താനിരിക്കുന്ന സമരം തുടങ്ങും മുൻപേ ചീറ്റിപ്പോയി. ചൊവ്വാഴ്ച നിയമസഭയിൽ പ്രതിപക്ഷം സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോഴേ പൊളിച്ചെടുക്കാമെന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു. കേന്ദ്രം 57,000 കോടി തരാനുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരുന്നത്. മറ്റൊരു ഭരണകക്ഷി MLA പറഞ്ഞത് 61,000 കോടി കിട്ടാനുണ്ടെന്നാണ് തട്ടിവിട്ടത്. ജൂൺ ജൂലൈ മാസത്തിൽ ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ 32,000 കോടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റും GST കോമ്പൻസേഷനും കടമെടുക്കൽ പരിധിയും കഴിഞ്ഞാൽ 3,600 കോടി മാത്രമാണ് കിട്ടാനുള്ളത്. ഇതിൽ നിന്ന് പെൻഷന്റെ പണമായി 500 കോടി ലഭിച്ചു. കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് 3,100 കോടി രൂപ മാത്രമാണെന്നാണ് സംസ്ഥാന ധനകാര്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നത്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറയുന്നത് 5,132 കോടിയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നതാണ്. ഇതിനർത്ഥം സർക്കാരിലോ ഇടത് നേതാക്കൾക്കോ കേന്ദ്രം തരാനുള്ള പണത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്നാണ്. GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് മാത്രമേ നൽകൂ എന്ന് GST ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ കോമ്പൻസേഷനും കേരളത്തിന് ലഭിച്ചു. ഒരു സംസ്ഥാനത്തിന്റെ GST വളർച്ച 14% താഴെയാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. 2021-22, 2022-23 സാമ്പത്തിക വർഷങ്ങളിൽ 20% GST വളർച്ച ഉണ്ടായെന്നാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നൽകിയ കത്തിൽ പറയുന്നത്. 20% വളർച്ച നിരക്കുന്നത് വാദത്തിന് സമ്മതിച്ചാൽ GST കോമ്പൻസേഷൻ കേരളത്തിന് കിട്ടില്ലല്ലോ. 2017-18 3% GST വളർച്ച. 2019-20 -4.9 അടുത്ത വർഷമായപ്പോഴേക്കും -0.3 കോവിഡ് കഴിഞ്ഞപ്പോൾ 2021-ലും 2022-ലും 2022-ലും 2023-ലും ഉണ്ടായ വർധനവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വലിയൊരു വളർച്ചയല്ല. നോർമൽ പീരിയഡിൽ 30% വളർച്ച ഉണ്ടാകേണ്ടതായിരുന്നു. നടപ്പ് വർഷത്തിൽ ഡിസംബർ 31 വരെ 12% വളർച്ചയെന്നാണ് GST റിപ്പോർട്ടിൽ പറയുന്നത്. വാറ്റിൽ നിന്നും GSTക്ക് അനുകൂലമായ രീതിയിൽ നികുതി ഭരണ സംവിധാനം മാറ്റിയില്ല. 1000-ഓളം പേർ GST ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുകയാണ്. ചെക്ക് പോസ്റ്റും ക്യാമറയും ഇന്റലിജൻസും ഇല്ലാതെ കേരളത്തെ നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി കേരളത്തെ മാറ്റി. നികുതി വെട്ടിപ്പ് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. ഇത്രത്തോളം വലിയ നികുതി വെട്ടിപ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സ്വർണത്തിന് പിന്നിൽ നടക്കുന്ന നികുതി വെട്ടിപ്പ് തടയാൻ എന്തെങ്കിലും നടപടിയെടുത്തോ? ഗ്രാമിന് 500 രൂപ ഉണ്ടായിരുന്ന കാലത്തെ നികുതിയാണ് ഇപ്പോഴും സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. കരിഞ്ചന്തയിൽ നടക്കുന്ന കച്ചവടം നിയന്ത്രിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? നികുതി പിരിക്കുക എന്നത് സർക്കാരിന്റെ പ്രാഥമിക കടമയാണ്. ഇക്കാര്യത്തിൽ ധനകാര്യമന്ത്രി ദയനീയമായി പരാജയപ്പെട്ടു. ഇനിയെങ്കിലും നികുതി പിരിവ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. IGSTയിൽ നിന്ന് 30,000 കോടി നഷ്ടപ്പെടുത്തിയത് മുൻപ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് CPM പരിഹസിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് ശരിവെച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് വന്നു. 25,000 കോടി നഷ്ടപ്പെട്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്തിനാണ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്? IGSTയിൽ നിന്ന് ഒറ്റ പൈസ കിട്ടാനില്ലെന്നാണ് ഭരണപക്ഷത്തെ ഒരു MLA പ്രസംഗിച്ചത്. നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള പണമെങ്കിലും നൽകാമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ധനസ്ഥിതി ദയനീയമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റിൽ നൽകേണ്ട 2ാം ഗഡു ഡിസംബറിൽ മെയിന്റനൻസ് ഗ്രാന്റ് ഒഴികെ കുറച്ചു നൽകി. പുല്ല് വെട്ടിയതിനുള്ള ബിൽ നൽകിയാൽ പോലും ട്രഷറിയിൽ നിന്നും പണം ലഭിക്കില്ല. ഓടപണിയാനുള്ള കാശ് പോലും കയ്യിലില്ലാത്ത സർക്കാരാണിത്. കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിനുള്ള പണം നൽകാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. ഓരോ വകുപ്പുകളുടെയും സ്ഥിതി ദയനീയമാണ്. 1,500 കോടി രൂപയാണ് സപ്ലൈകോ കരാറുകൾക്ക് നൽകാനുള്ളത്. അവശ്യ സാധനങ്ങൾ പോലും മാവേലി സ്റ്റോറുകളിലില്ല. കൊട്ടിഘോഷിച്ച ലൈഫ് മിഷന് പദ്ധതി വിഹിതമായി നീക്കിവെച്ച 717 കോടിയിൽ നൽകിയത് വെറും 3.76%. ഒരു ഭവന നിർമ്മാണം പോലും സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. നിയമസഭയിൽ ഡോക്യുമെന്റുകളുടെ ബലത്തിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവനക്കാർക്ക് 6 DA കുടിശ്ശികയാണ് നൽകാനുള്ളത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷത്തോളം പെൻഷൻകാരാണ് മരിച്ചുപോയത്. 30,000 മുതൽ 40,000 കോടി രൂപ വരെയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ളത്. KSRTCയും KSCBയും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടലിന്റെ വക്കിലാണ്. 2001-ലാണ് AK ആന്റണി മുണ്ടുമുറുക്കി ഉടുക്കാൻ പറഞ്ഞത്. 1996 മുതൽ 2001 വരെ നയനാർ മുഖ്യമന്ത്രിയും ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയുമായിരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഇത്രയും കുഴപ്പമുണ്ടാക്കിയില്ലെങ്കിലും ഇതിന്റെ അടുത്ത് എത്തിയ സർക്കാരായിരുന്നു അത്. അതുകൊണ്ടാണ് AK ആന്റണിക്ക് മുണ്ട് മുറുക്കി ഉടുക്കണമെന്ന് പറയേണ്ടി വന്നത്. അന്ന് എന്തൊരു സമരമാണ് നടത്തിയത്. ഇപ്പോൾ ജീവനക്കാരോട് 6 DA മെഡിസെപ്പ് ലീവ് സറണ്ടർ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പാവങ്ങൾക്കുള്ള ഹെൽത്ത് കാർഡുകൾ ഒരു ആശുപത്രികളും എടുക്കുന്നില്ല. നിങ്ങൾ എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്? ഈ തറവാട് നിങ്ങൾ മുടിപ്പിക്കുകയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇതിനൊന്നും ധനമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വീണ്ടും കേന്ദ്രത്തിനെതിരെ പിറുപിറുത്തുകൊണ്ടേയിരുന്നു.